നമ്മൾ ജനിക്കുമ്പോൾ കൂടെ വരുന്നതല്ല ബന്ധങ്ങൾ, നമ്മൾ ജീവിക്കുമ്പോൾ ഹൃദയം കൊണ്ട് നേടിയെടുക്കുന്നതാണ്. അതിൽ ഏറ്റവും വിശുദ്ധമായ ഒന്നേയുള്ളൂ: സൗഹൃദം. ഇതിൽ ഉടമ്പടികളില്ല, ലാഭനഷ്ടങ്ങളുടെ കണക്കുകളില്ല. ഇതിൽ ആത്മാർത്ഥതയുടെ ഒരേയൊരു ഭാഷ മാത്രമേയുള്ളൂ. കരുതൽ എന്നാൽ വെറുമൊരു വാക്കല്ല. നീ തളരുമ്പോൾ നിന്റെ തണലായും നീ തകരുമ്പോൾ നിന്റെ ബലമായും മാറുന്ന ഒരു നിശബ്ദ സാന്നിധ്യമാണത്. ലോകം മുഴുവൻ നിനക്കെതിരെ നിൽക്കുമ്പോൾ നിന്റെ കണ്ണ് നിറയുന്നത് കണ്ട് ഹൃദയം പൊട്ടുന്ന ഒരാൾ അരികിലുണ്ടെങ്കിൽ നീയാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ. ചോരബന്ധങ്ങളെക്കാൾ വലിയൊരു കരുത്ത് ഈ ഭൂമിയിലുണ്ടെങ്കിൽ അത് നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഈ ചങ്കുകളാണ്. നീ വീഴുമ്പോൾ കൈ തരുന്നവനല്ല ചങ്ങാതി, നീ വീഴാതിരിക്കാൻ നിനക്ക് മുന്നിൽ ഒരു വൻമതിലായി നിൽക്കുന്നവനാണ്. അവന് നിന്നെ പരിഗണിക്കാൻ കാരണങ്ങൾ വേണ്ട. നിന്റെ മുഖത്തെ ഒരു ചെറിയ വാട്ടം മതി അവനിലെ പടയാളി ഉണരാൻ. ആത്മാർത്ഥതയോടെ ഒരാളെ സ്നേഹിക്കുവാൻ കഴിയുക എന്നതും കരുതൽ നൽകാൻ കഴിയുക എന്നതും ഈ കാലത്തെ ഏറ്റവും വലിയ പുണ്യമാണ്. അതുകൊണ്ട് കൂടെയുള്ളവരെ ചേർത്ത് പിടിക്കുക. കാരണം മരണം വരെ കൂടെ ഉണ്ടാകുമെന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്ന ഒരേ ഒരു സമ്പാദ്യം ആത്മാർത്ഥമായ ഈ സൗഹൃദം മാത്രമായിരിക്കും. സൗഹൃദം അതൊരു വികാരമാണ്, ജീവനുള്ള കാലം വരെ നെഞ്ചോട് ചേർക്കേണ്ട വികാരം. ഈ ലോകത്ത് നമുക്ക് പലതും സമ്പാദിക്കാം: പണം, പ്രസക്തി, അധികാരം. പക്ഷേ ഹൃദയം തകർന്നു നിൽക്കുമ്പോൾ തോളിൽ കൈയിട്ട് ഞാനുണ്ട് കൂടെ എന്ന് പറയുവാൻ ഒരാളുണ്ടല്ലോ, അതൊരു ഭാഗ്യമാണ്. ആ ഭാഗ്യത്തിൻ്റെ പേരാണ് സൗഹൃദം. ആത്മാർത്ഥത എന്നത് വാക്കുകളിൽ കാണിക്കേണ്ട ഒന്നല്ല. നമ്മുടെ വീഴ്ചകളിൽ ലോകം മുഴുവൻ നമ്മളെ നോക്കി പരിഹസിക്കുമ്പോൾ ആൾക്കൂട്ടത്തിനിടയിൽ നിന്നും ഓടി വന്ന് നമ്മളെ ചേർത്ത് പിടിക്കുന്ന ഒരു കരുത്തുണ്ടല്ലോ, അതാണ് ആത്മാർത്ഥത. അവിടെ നിശബ്ദതയ്ക്ക് പോലും 1000 അർത്ഥങ്ങളുണ്ടാകും. ചതിക്കാൻ അറിയില്ല എന്നതല്ല, ചതിക്കാൻ കരുത്തുണ്ടായിട്ടും കൂടെ നിൽക്കാൻ തീരുമാനിക്കുന്നവനാണ് യഥാർത്ഥ സുഹൃത്ത്. കരുതലെന്നാൽ വെറുമൊരു അന്വേഷണമല്ല. നമ്മൾ ചിരിക്കുമ്പോഴും കണ്ണിലെ തിളക്കം മങ്ങുന്നത് തിരിച്ചറിയുന്ന ആ ഒരു മനസ്സുണ്ടല്ലോ, അതാണ് പരിഗണന. പെയ്യാൻ നിൽക്കുന്ന മേഘം പോലെ സങ്കടം ഉള്ളിൽ നിറയുമ്പോൾ ഒന്നും ചോദിക്കാതെ അരികിലിരുന്ന് പകുത്തു വാങ്ങുന്നവനാണ് സുഹൃത്ത്. രക്തബന്ധത്തെക്കാൾ വലിയ ബന്ധമായി സൗഹൃദം മാറുന്നത് ഈ കരുതലിൻ്റെ മുന്നിലാണ്. ലോകം നിങ്ങളെ തോൽപ്പിക്കുവാൻ വരുമ്പോൾ നിങ്ങളുടെ മുന്നിൽ ഒരു കവചമായി നിൽക്കുന്നവൻ, നിങ്ങളെ എല്ലാവരും ഉപേക്ഷിക്കുമ്പോൾ നിങ്ങളുടെ നിഴലായി മാറുന്നവൻ, അവനാണ് സുഹൃത്ത്. മരണത്തിന് പോലും തകർക്കാൻ കഴിയാത്ത ഒരേ ഒരു ബന്ധം ഈ ആത്മാർത്ഥമായ സൗഹൃദം മാത്രമാണ്. കാരണം ശരീരം മണ്ണടിഞ്ഞാലും ആ ഓർമ്മകൾക്ക് സുഹൃത്തിൻ്റെ നെഞ്ചിലെ താളമുണ്ടാകും. നിങ്ങളുടെ കൂടെ നിൽക്കുന്നവരെ ചേർത്ത് പിടിക്കുക. ഇന്ന് നിങ്ങൾ നൽകുന്ന ഒരു ചെറിയ പരിഗണന മതിയാവും ഒരാളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ. സൗഹൃദം എന്നത് ഒരു ഉടമ്പടിയല്ല, അതൊരു ഹൃദയമെടുപ്പാണ്. വീഴുമ്പോൾ താങ്ങുന്ന കൈകളേക്കാൾ വീണ് കിടക്കുമ്പോൾ കൂടെ കിടന്ന് ചിരിക്കുവാനും എഴുന്നേൽക്കട, നമുക്ക് നോക്കാമെന്ന് പറയുവാനും ഒരു ചങ്കുണ്ടെങ്കിൽ അവിടെ തീരുന്നു ഈ ലോകത്തിലെ സകല പ്രതിസന്ധികളും. തോൽക്കാൻ നമ്മൾ തയ്യാറാണെങ്കിലും നമ്മളെ തോൽക്കാൻ വിടാത്തവനാണ് സുഹൃത്ത്. ചില ബന്ധങ്ങൾ അങ്ങനെയാണ്, ചോര കൊണ്ട് എഴുതിയതല്ലെങ്കിലും ജീവൻ കൊണ്ട് സംരക്ഷിക്കേണ്ടി വരും. ഒരാൾക്ക് വേണ്ടി ലോകത്തോട് മൊത്തം യുദ്ധം ചെയ്യുവാൻ ഇറങ്ങിത്തിരിക്കുന്ന ആ ഭ്രാന്തുണ്ടല്ലോ, ആ ഭ്രാന്തിൻ്റെ പേരാണ് ആത്മാർത്ഥതയുള്ള സൗഹൃദം. കരുതലെന്നാൽ വെറുമൊരു വാക്കല്ല, അതൊരു കാവലാണ്. നീ തളരുമ്പോൾ നിന്റെ തണലായും നീ തകരുമ്പോൾ നിന്റെ ബലമായും മാറുന്ന ഒരു നിശബ്ദ സാന്നിധ്യം. നിന്റെ കണ്ണീർ മണ്ണിൽ വീഴുന്നതിന് മുമ്പേ അത് തുടയ്ക്കാൻ നീട്ടുന്ന ആ കൈപ്പത്തിയുണ്ടല്ലോ, അത് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ആയുധമാണ്. കാലം മാറുമായിരിക്കും, കോലങ്ങൾ മാറുമായിരിക്കും,
പക്ഷേ ഹൃദയത്തിൻ്റെ ആഴത്തിൽ സൗഹൃദത്തിൻ്റെ വിത്തിട്ടവന് മരണമില്ല. ശരീരം വിട്ടുപിരിഞ്ഞാലും ഒരാളുടെ ഓർമ്മകളിൽ ജീവിക്കുവാൻ കഴിയുന്നതാണ് ഏറ്റവും വലിയ വിജയം. എൻ്റെ സൗഹൃദം ഒരു തമാശയല്ല, അതൊരു വാക്കാണ്, മരണം വരെ പാലിക്കേണ്ട വാക്ക്. കൂടെയുള്ളവരെ ചേർത്ത് പിടിക്കുക. കാരണം ഒരു സുഹൃത്തിനെ നഷ്ടപ്പെടുക എന്നാൽ ഒരു വ്യക്തിയെ നഷ്ടപ്പെടുക എന്നല്ല, നിങ്ങളിലെ ഒരു ഭാഗം തന്നെ ഇല്ലാതാവുക എന്നതാണ്. സൗഹൃദം അതൊരു വികാരമാണ്, രക്തത്തേക്കാൾ കട്ടിയുള്ള വികാരം. പലരും ചോദിക്കാറുണ്ട്, എന്താണ് ഈ സൗഹൃദം? കൂടെ ഇരുന്ന് ചിരിക്കുവാനും മദ്യപിക്കുവാനും കഥകൾ പറയുവാനും 1000 പേരുണ്ടാകും. പക്ഷേ അതല്ല സൗഹൃദം. നിന്റെ ജീവിതത്തിൻ്റെ വെളിച്ചം അണഞ്ഞു പോകുമ്പോൾ, ഇരുട്ടത്ത് തപ്പിത്തടയുമ്പോൾ നിനക്ക് വഴികാട്ടാൻ സ്വന്തം ഹൃദയം പറിച്ചെടുത്ത് തീപ്പന്തമാക്കുന്നവനാണോ അവനാണ് സുഹൃത്ത്. നീ ഒറ്റയ്ക്കല്ല എന്ന് പറയാൻ 1000 പേരുണ്ടാകുന്നതിലല്ല കാര്യം. നീ ഒറ്റയ്ക്കായി പോകുന്ന നിമിഷം നിന്റെ നിഴലായി മാറുവാൻ ആ ഒരൊറ്റയാൾ കൂടെ ഉണ്ടല്ലോ, അവനാണ് സമ്പാദ്യം. ആ ബന്ധത്തിനു മുന്നിൽ കാലം തോൽക്കും, മരണം തലകുനിക്കും. കാരണം ആത്മാർത്ഥതയുടെ മഷി കൊണ്ട് വിധിയ ബന്ധങ്ങൾ മണ്ണിൽ അവസാനിക്കുന്നതല്ല, അത് വിണ്ണോളം പടരുന്നതാണ്. കരുതൽ എന്നത് കടമയല്ല, അത് ജീവവായുവാണ്. നിന്റെ ശ്വാസം നിലച്ചാലും നിനക്ക് വേണ്ടി ജീവിക്കുവാൻ ഒരാളുണ്ടെങ്കിൽ നീ ഈ ലോകം കീഴടക്കി എന്ന് ഉറപ്പിച്ചു പറയാം. സൗഹൃദം ഒരു തണൽമരമല്ല, അതൊരു കാവൽപ്പുരയാണ്. നിനക്ക് നേരെ വരുന്ന ഓരോ അമ്പും സ്വന്തം നെഞ്ചിൽ ഏറ്റുവാങ്ങാൻ തയ്യാറുള്ള ഒരു പടയാളി ഓരോ സുഹൃത്തിനുമകത്തുണ്ട്. അതുകൊണ്ട് ഇത് കേൾക്കുന്ന ഓരോരുത്തരോടുമായി ഞാൻ പറയുന്നു, കൂടെയുള്ളവൻ്റെ കണ്ണിലെ നനവ് കാണാൻ പഠിക്കുക. പരിഗണനകൾ നൽകാൻ മടിക്കരുത്. കാരണം നാളെ നമ്മൾ ഓർമ്മകളായി മാറുമ്പോൾ ആരുടെയൊക്കെയോ കണ്ണുകളിൽ നമ്മളോടുള്ള സ്നേഹം ഒരു തുള്ളി കണ്ണീരായി പൊടിയുന്നുണ്ടെങ്കിൽ അവിടെയാണ് നമ്മൾ ജീവിച്ചതിൻ്റെ അർത്ഥം. സൗഹൃദം അതൊരു വാക്കല്ല, അതൊരു വാഗ്ദാനമാണ്. മരണം വരെ മാറ്റമില്ലാത്ത ഒരേ ഒരു സത്യം.